അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ DK ശിവകുമാറിന് കനത്ത തിരിച്ചടി. CBI രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് DK ശിവകുമാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. അന്വേഷണ റിപ്പോർട്ട് 3 മാസത്തിനകം സമർപ്പിക്കാനുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന 5 വർഷക്കാലം മന്ത്രിസ്ഥാനത്തിരുന്ന DK ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്നാണ് CBI കണ്ടെത്തിയത്. 2013നും 2018നും ഇടയിൽ വെളിപ്പെടുത്താത്ത സ്വത്തുകൾ ശിവകുമാർ സ്വന്തമാക്കിയെന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ 2020 സെപ്റ്റംബറിലാണ് CBI FIR രജിസ്റ്റർ ചെയ്തത്. ഇതിനെതിരെ ശിവകുമാർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും തിരിച്ചടിയുണ്ടായി. തുടർന്നാണ് CBI രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് DK ശിവകുമാർ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഇന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസുമാരായ ബേല M ത്രിവേദി, SC ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജി തള്ളി. അന്വേഷണ റിപ്പോർട്ട് 3 മാസത്തിനകം സമർപ്പിക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനാകില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം കർണാടകയിൽ അധികാരത്തിൽ വന്നതിന് പിന്നാലെ കേസ് CBIക്ക് വിട്ട മുൻ BJP സർക്കാർ തീരുമാനം പിൻവലിച്ച് കോൺഗ്രസ് സർക്കാർ ക്യാബിനറ്റ് ഉത്തരവിറക്കിയിരുന്നു. മാത്രമല്ല, കേസ് ലോകായുക്ത പരിഗണിച്ചാൽ മതിയെന്നുള്ള കർണാടക സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത CBI നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ജനം, ഡൽഹി.